കണ്ടില്ലേ, നമ്മുടെ പ്ലം കേക്ക് അടിപൊളിയായിട്ടാണ് നമുക്ക് വന്നിരിക്കുന്നത്. നമുക്കൊന്ന് മുറിച്ച് നോക്കാം. നല്ല സൂപ്പർ ആൻഡ് സോഫ്റ്റ് പ്ലം കേക്കാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ക്രിസ്മസിന് നിങ്ങളും ഇതുപോലെ പ്ലം കേക്ക് വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കൂ. ഈ വീഡിയോ നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കി നോക്കാൻ സാധിക്കും. ആദ്യം തന്നെ നമ്മുടെ കേക്കിന് ആവശ്യമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം എടുത്ത് നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മുടെ കേക്കിന് വേണ്ടിയുള്ള മൈദ നമ്മൾ ഇവിടെ ഒരു മെഷർ കപ്പിലാണ് അളന്നെടുക്കുന്നത്. ഇവിടെ 2 കേക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ 2 കപ്പ് മൈദയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ 1/2 സ്പൂൺ ബേക്കിംഗ് സോഡയും 1/2 സ്പൂൺ ബേക്കിംഗ് പൗഡറും നമ്മൾ ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഗ്രാമ്പൂവും ഈ കുരുജാതിക്കായും കൂടിയും പൊടിച്ചത് നമ്മൾ ഒരു 1/2 ടീസ്പൂൺ നമ്മൾ ചേർത്ത് കൊടുക്കണം കേട്ടോ. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കണം. അതിനുശേഷം നമ്മൾ ഈ അരിപ്പേര് ഇതുപോലെ എല്ലാം കൂടി അരിച്ചെടുക്കണം കേട്ടോ. അടുത്ത് നമുക്ക് ഷുഗർ കാരമൽ ചെയ്യണം. നമ്മൾ മൈദ എടുത്ത അതേ കപ്പിൽ തന്നെ 1 കപ്പ് ഷുഗറാണ് നമ്മളിവിടെ 2 കേക്കിന് വേണ്ടി കാരമൽ നമുക്ക് ആവശ്യമുള്ളത്. അപ്പം അത് നമ്മൾ കാരമൽ ചെയ്യാൻ പോവുകയാണ് അടുത്ത സ്റ്റെപ്പ്. നമ്മുടെ ഷുഗർ കാരമൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ മൈദ എടുത്ത ആ സെയിം കപ്പിൽ തന്നെ നമ്മൾ 1 കപ്പ് ഷുഗർ ഇതുപോലെ പൊടിച്ചെടുക്കണം. അത് കഴിഞ്ഞ് നമ്മുടെ കാരമലിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ചേർത്ത് കൊടുത്ത് ഒന്ന് വേഗതരം വരെ നന്നായിട്ടൊന്ന് ഇളക്കി റെഡിയാക്കി എടുക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഇവിടെ സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് ഒരു ജാറിനകത്ത് ഒരു 4 മുട്ട നമ്മൾ പൊട്ടിച്ചൊഴിക്കുക. അതിനുശേഷം അതിലേക്ക് 1 സ്പൂൺ വാനില എസൻസ് ചേർക്കുക. നമ്മളിവിടെ 4 മുട്ട എടുത്തിരിക്കുന്നത് 2 കേക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ നിങ്ങൾ 1 കേക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് 2 മുട്ട മാത്രം മതിയാകും കേട്ടോ. ഇത് നമുക്ക് മിക്സിയിൽ ഒരു 20 സെക്കൻഡ് അടിച്ചെടുത്താൽ മതിയാകും. അതിനുശേഷം നമ്മൾ മൈദ എടുത്ത അതേ കപ്പിൽ നമ്മൾ 1 കപ്പ് സൺഫ്ലവർ ഓയിൽ നമ്മൾ മിക്സിയിലെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്ത് അതും കൂടി കൂട്ടി ഒന്ന് കറക്കിയെടുക്കണം കേട്ടോ. ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ബീറ്റർ ഒന്നും ഉപയോഗിക്കാതെ തന്നെ നമുക്ക് മിക്സി കൊണ്ട് തന്നെ നമ്മുടെ കേക്കിന്റെ അത്യാവശ്യ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. കണ്ടില്ല, അടിപൊളിയായിട്ട് നമുക്ക് അതിന്റെ മിക്സ് റെഡിയായി വരുന്നുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാരയും കൂടിയും ചേർത്ത് നമുക്ക് ഇതൊന്നുകൂടിയും കറക്കിയെടുക്കണം മിക്സിയിൽ. അടുത്തത് നമ്മുടെ ബാറ്റർ നമ്മൾ മിക്സ് ചെയ്യാൻ പോവുകയാണ്. അതിനുവേണ്ടി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സും കാഷ്നട്ട്സും എല്ലാം നമ്മൾ ഇതിലേക്ക് ചേർത്ത് നമ്മൾ ഇത് മിക്സ് ചെയ്തെടുക്കാൻ പോവുകയാണ്. നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഇട്ടതിന് ശേഷം നമ്മൾ ആദ്യമേ അരിച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്ന മൈദ നമ്മൾ ഇതുപോലെ ചെറുതായിട്ട് കുറച്ച് ചേർത്ത് കൊടുത്ത് നമ്മൾ മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ക്ലോക്ക് വൈസ് ആണെങ്കിൽ ക്ലോക്ക് വൈസ് മാത്രമേ നമ്മൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തെടുക്കാവുള്ളൂ. അത് കൗണ്ടർ ക്ലോക്ക് വൈസ് നമ്മൾ ഒരിക്കലും ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കരുത്. നമ്മൾ ഒരു സൈഡിലേക്ക് മാത്രം കറക്കി മിക്സ് ചെയ്തെടുക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ.
കേക്ക് റെഡിയാക്കാനുള്ള പാത്രം നമ്മൾ ബട്ടർ പേപ്പറൊക്കെ വെച്ച് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിലാണ് നമ്മൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ നമ്മളിത് കുക്കറിൽ വെച്ചാണ് നമ്മൾ നമ്മുടെ കേക്ക് റെഡിയാക്കി എടുക്കുന്നത്. നമ്മളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. പിന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ബാറ്റർ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ കൊട്ടി കൊടുക്കണം. കൊട്ടി കൊടുത്തെങ്കിൽ മാത്രമേ ഉള്ളൂ എയർ പോകത്തുള്ളൂ. എങ്കിൽ മാത്രമേ നമ്മുടെ കേക്കിന് ആ ഒരു ഷേപ്പ് കിട്ടത്തുള്ളൂ കേട്ടോ. അത് ഒരിക്കലും മറന്നു പോകരുത്. എങ്കിലേ ഉള്ളൂ നല്ല അടിപൊളി ഷേപ്പിൽ നമ്മുടെ കേക്ക് റെഡിയായി വരത്തുള്ളൂ. അങ്ങനെ നമ്മുടെ 2 കേക്കും ബേക്ക് ചെയ്യാൻ പാകത്തിന് നമ്മൾ ഒഴിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്കാണ് നമുക്ക് ഇനി കാഷ്നട്ടൊക്കെ ഒന്ന് വെച്ച് കൊടുക്കണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നേരെ കുക്കറിനകത്ത് വെച്ച് നമുക്ക് സെറ്റാക്കി എടുക്കാം. ഒരു കുക്കറിനകത്ത് ഒരു തിരികെ വെച്ച് അതിൻ്റെ മേളിൽ നമ്മുടെ കേക്കിൻ്റെ മിക്സ് വെച്ചതിന് ശേഷം നന്നായിട്ട് ടൈറ്റ് ചെയ്താണ് നമ്മൾ കുക്ക് ചെയ്യുന്നത്. 25 മിനിറ്റാണ് മൊത്തം കുക്കിംഗ് ടൈം. 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും 20 മിനിറ്റ് ലോ ഫ്ലെയിമിലുമാണ് കുക്ക് ചെയ്യേണ്ടത്. കണ്ടില്ലേ, നമ്മുടെ പ്ലം കേക്ക് അടിപൊളിയായിട്ടാണ് നമുക്ക് വന്നിരിക്കുന്നത്. നമുക്കൊന്ന് മുറിച്ച് നോക്കാം. നല്ല സൂപ്പർ ആൻഡ് സോഫ്റ്റ് പ്ലം കേക്കാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ക്രിസ്മസിന് നിങ്ങളും ഇതുപോലെ പ്ലം കേക്ക് വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കൂ. ഈ വീഡിയോ നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കി നോക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോസ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള അടിപൊളി വീഡിയോസ്, ട്രാവൽ വീഡിയോസ് ഒക്കെ നമ്മുടെ ചാനൽ വഴി നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കേക്ക് നമ്മൾ എങ്ങനെയാണ് പാക്ക് ചെയ്ത് നമുക്കിപ്പോൾ ഒരാൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കണമെങ്കിൽ നമുക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം.